ഒരുമാതിരി പ്രാവുകൾ, തലങ്ങും വിലങ്ങും പ്രാവുകൾ എല്ലാം എന്നാ പറഞ്ഞ ഒരു പേടിയില്ല. ഒരു മനുഷ്യനും അതിനെ ഉപയോഗിക്കുകയില്ല, പിടിച്ചു തിന്നാനോ അതിനെ വെടി വയ്ക്കാനോ അമ്പെയ്ത് കൊല്ലാനോ ആരുമില്ല. ആൾക്കാരവർ വന്ന് തീറ്റ ഇട്ട് കൊടുക്കും. ആൾക്കാർക്കൊരു കുഴപ്പമില്ല, പ്രാവിനൊരു കുഴപ്പമില്ല. വേണമെങ്കിൽ കയ്യിലെടുക്കാം. അതുപോലെ അത്രയ്ക്ക് ഇതുപോലെയാണ്. ഒരു പ്രാവിനെ കയ്യിലെടുത്ത് നോക്കി. എല്ലാവരും ഒന്ന് അതുപോലെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക. അത് വളരെ കൂളായിട്ട് എന്താ പറയുക, അവിടെ നിന്ന് പ്രാവിനറിയാം ആരും ഉപദ്രവിക്കില്ല എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു പേടിയില്ലാണ്ട് അവിടെ വയ്ക്കുക. ഇവിടെയുള്ള മനുഷ്യർ ഉപദ്രവിക്കുമല്ലോ കേട്ടോ. അവർക്കിപ്പോൾ അതിനെ പിടിച്ച് കൊന്നു തന്ന വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിലടിച്ച് വളർത്തി പക്ഷി സ്നേഹി ആവേണ്ട ആവശ്യമൊന്നും ഇവിടെയുള്ള ആൾക്കാർക്കൊന്നുമില്ല. ബാഴ്സലോണയിലാണ്, മെയിൻ സിറ്റി സ്ക്വയറിൽ എന്തോരം പ്രാവുകളാന്ന് നോക്കി. അതുപോലെ തന്നെ ഇവിടെ കണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ. എങ്ങനെയാണ് ഇവരുടെ വേസ്റ്റുകൾ കളയുന്നത് എന്ന് കണ്ടു നോക്കൂ. ഇവർ ഇതുപോലെ വലിയ ഡബ്ബകളിൽ, വലിയ ക്യാനുകളിൽ തങ്ങളുടെ വേസ്റ്റുകൾ കൊണ്ടുവന്നിടുകയാണ്. അത് പല രീതിയിൽ തരംതിരിച്ച് ഭക്ഷണ വസ്തുക്കളായിട്ടുള്ള വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പി മാലിന്യങ്ങൾ, അങ്ങനെ പലതായി തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചിടുന്ന മാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റി ജോലിക്കാർ, കോർപ്പറേഷൻ ജോലിക്കാർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവർ ഇതിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അത് വളമാക്കി മാറ്റുന്നു, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നു, കുപ്പികളും റീസൈക്കിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നഗരം വളരെ വൃത്തിയാക്കിയാണ് ഇവർ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും വേസ്റ്റ് കളക്ഷന് വേണ്ടിയിട്ടുള്ള ബിന്നുകൾ, ഇതുപോലുള്ള വലിയ ബിന്നുകൾ നൽകുകയാണെങ്കിൽ എല്ലാവർക്കും വേസ്റ്റുകൾ കൊണ്ടുവന്ന് അവിടങ്ങളിൽ നിക്ഷേപിക്കുവാനായി സാധിക്കും. പിന്നീട് കോർപ്പറേഷൻ മുൻകൈ എടുക്കുകയാണെങ്കിൽ ഇത് വളമാക്കിയും മറ്റ് റീസൈക്കിൾ രീതിയിലും പല കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്.